കേരളത്തിൽ നിന്ന് കൊലപാതകം ഒരു തുടർക്കഥയാണ്. വൈരാഗ്യത്തിന്റെ പേരിൽ സ്വന്തമെന്നോ ബന്ധമെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ മനസ്സ് മാറിക്കഴിഞ്ഞു. ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം മറ്റൊരു മനുഷ്യന് ഇല്ലാതാക്കാൻ അവസരം കൊടുത്തത് ആര്? തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത വിധത്തിൽ മനുഷ്യ മനസ്സ് മാറിക്കഴിഞ്ഞു. പക അവസാനിപ്പിക്കുന്നതിനായി ഒരു ജീവൻ വേണോ? പ്രണയം നിരസിച്ചാൽ കൊലയോ? സംസ്ഥാനത്ത് വീണ്ടും ഇതാ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ പെൺസുഹൃത്തിന്റെ സഹോദരത്തെ ജീവനെടുത്തിരിക്കുകയാണ് കാമുകൻ. കേരളം വീണ്ടും ഞെട്ടിയിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ചോയ്സ് തീരുമാനിക്കുന്നത് മറ്റൊരു വ്യക്തിയാണോ? നോ പറയാനുള്ള അവകാശം ആർക്കുമില്ലേ? വേണ്ട എന്ന കാര്യം അംഗീകരിക്കാൻ മനുഷ്യന് കഴിയാത്തത് എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസമാണ് ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊല നടന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും പ്രണയിച്ചു കൊണ്ടിരുന്ന കാലത്ത് നിന്ന് വഴിയിലേക്ക് വലിച്ചിട്ട് വെട്ടിക്കീറുന്ന മനസ്സിലേക്ക് എങ്ങനെ മാറി? കേരളത്തിൽ പ്രണയപ്പകയിൽ പൊലിഞ്ഞ ജീവനുകൾ അനവധിയാണ്. പരിശോധിക്കാം. കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാ നഗർ 162 ഫ്ലോറിഡയിലിൽ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് 22 വയസ്സുള്ള തേജസ് രാജു. തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഫെബിന്റെ സഹോദരിയും തേജസ് രാജും പ്രണയത്തിലായിരുന്നു. ഇരുവരും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു. ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഇരുവരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമാണ് ജോലി ലഭിച്ചത്. തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെടുകയായിരുന്നു. വിവാഹത്തിന് രണ്ടുപേരുടെയും കുടുംബങ്ങൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറി. ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യം ചെയ്തത് വീട്ടുകാർ വിലക്കി. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലയിൽ കലാശിച്ചത്. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. പ്രണയം നടിച്ച് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലക്കി ബഹുകേമമായ ആസൂത്രണം നടത്തി കൊലപാതകം നടത്തിയ ഗ്രീഷ്മയെ ആരും മറന്നിട്ടില്ല. ഗ്രീഷ്മ നടത്തിയത് പ്രണയ നിരസനമല്ല, മറിച്ച് കൊലപാതകത്തിലൂടെ ഒഴിവാക്കലായിരുന്നു. 2021 ഒക്ടോബർ 1 പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥി അഭിഷേക് സഹപാഠിയും സുഹൃത്തുമായിരുന്ന നിതിനയെ പേപ്പർ കട്ടർ ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊന്നുകളഞ്ഞതാരും മറന്നിട്ടുണ്ടാകില്ല. ഒരാഴ്ച ആസൂത്രണം ചെയ്താണ് കൊലപാതകം നടത്തിയത്. കോളേജിൽ പരീക്ഷ എഴുതാനെത്തിയ വൈക്കം സ്വദേശിയായ നിതിന ദാരുണമായി ആൺ സുഹൃത്തിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടു. മുൻ കാമുകനുമായി വീണ്ടും അടുത്തുവെന്ന സംശയമാണ് പ്രതിയായ അഭിഷേക് ബൈജുവിനെ കഴുത്തറുത്ത് കൊല്ലാൻ പ്രേരിപ്പിച്ചത്. 2022 വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്റെ വൈരാഗ്യത്തിൽ 22-കാരിയായ ദൃശ്യയെ സുഹൃത്ത് വിനീഷ് വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. രാവിലെ 2ാം നിലയിലെ മുറിയിൽ ഉറങ്ങിക്കിടന്ന ദൃശ്യയെ വിളിച്ചുണർത്തിയായിരുന്നു അരുംകൊല നടത്തിയത്. പ്രതിയായി വിനീഷ് വിനോദ് ദൃശ്യയുടെ നെഞ്ചിൽ പലവട്ടം കുത്തിയാണ് മരണമുറപ്പിച്ചത്. വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയായിരുന്നു കൊലപാതകിയുടെ ഓരോ നീക്കവും. ഉറങ്ങിക്കിടന്ന ദൃശ്യയെ വിളിച്ചുണർത്തി പലവട്ടം കുത്തി. നിലവിളി ഉയർന്നതോടെ ഇയാളെ പിടിച്ചുമാറ്റാനെത്തിയ സഹോദരി ദേവശ്രീക്കും കുത്തേറ്റു. ശരീരമാസകലം കുത്തേറ്റ ദൃശ്യ തൽക്ഷണം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 2022 ഒക്ടോബർ 22 നാടിനെ നടുക്കിയ 23 വയസ്സ് പ്രായമുള്ള വിഷ്ണുപ്രിയയെ വീടിനകത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ആൺസുഹൃത്തിന്റെ പ്രഹരത്തിൽ 29 കുത്തുകളാണ് വിഷ്ണുപ്രിയ ഏറ്റുവാങ്ങിയത്. അതിൽ 10 മുറിവ് മരണശേഷവും. 2021 ജൂലൈ 30 കോതമംഗലത്ത് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനി മാനസിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. താമസ സ്ഥലത്ത് എത്തിയാണ് മാനസി വകവരുത്തിയത്. പ്രതി ആത്മഹത്യ ചെയ്തെങ്കിലും കൃത്യം നടത്താൻ സഹായിച്ച മുഴുവൻ പേരെയും പോലീസ് കണ്ടെത്തിയിരുന്നു. മാനസിയെ വകവരുത്തിയതിനു ശേഷം തൊട്ടു പിന്നാലെ പ്രതി രഖിൽ ആത്മഹത്യ ചെയ്തിരുന്നു. കേരള മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ടാണ് ദേവിക എന്ന പെൺകുട്ടി പ്രണയപ്പകയുടെ ഇരയായത്. കാക്കനാട് സ്വദേശിനിയായ ദേവികയെ മിഥുൻ എന്ന യുവാവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലുകയായിരുന്നു. ദേവികയോടൊപ്പം മിഥുനും പൊള്ളലേറ്റു മരിച്ചു. ദേവികയുടെ വീട്ടിൽ അർദ്ധരാത്രി അതിക്രമിച്ചു കയറിയാണ് കൊലപാതകം നടത്തിയത്. അച്ഛനമ്മമാർ നോക്കി നിൽക്കെയാണ് അവൾ വെന്തു മരിച്ചത്. 2019 ഏപ്രിൽ 4 വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി നീതുവിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന സംഭവമുണ്ടായത്. പ്രണയപ്പകയിൽ പൊലിഞ്ഞ ജീവനുകൾ ഇന്ന് ആരും മറന്നിട്ടില്ല. അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തിൽ ഇല്ലാതാകുന്നത് ജീവനാണ് എന്നതും ആരും മറക്കേണ്ട.